നമ്മൾ ഈവനിങ്ങില് അമ്മയ്ക്ക് എന്താ സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മയ്ക്ക് എന്താ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇവനൊന്നും വലിയ അത്ഭുതമൊന്നും ഉണ്ടാവാറില്ല. കാരണം ഇവനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറയുമ്പോൾ കിട്ടും. നമ്മളൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ലൈഫിൽ കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതോ ഇപ്പോഴാണ്. അപ്പോൾ ഇവന് അതൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്നുള്ളൊരു മട്ടാണ്. പക്ഷെ നമുക്ക് എല്ലാം പ്രീഷ്യസ് ആണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ പലതും നേടുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എവിടെയാണ് പോകണമെന്നുള്ളത് പോയിട്ട് കാണാം. കെട്ടിയനോട് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ കെട്ടിയൻ പറഞ്ഞു പോവാലോ എന്ന്. പൊതുവേ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് ഇത്ര റെസ്ട്രിക്ഷനാണ് ഈ വീട്ടിൽ. കാരണം നന്ദപ്പന് പലതിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ആ ഒരു കാര്യത്തിൽ മാത്രം ഇത്തിരി മാറിപ്പിടിച്ച് നോ പറയുന്ന ആളാണ്. പക്ഷേ ഞാൻ അങ്ങനെ ആവശ്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ പറഞ്ഞ ഉടനെ പോവാന്നങ്ങ് പറഞ്ഞു. ഇത് കഴിക്കാനാണ് ഞാൻ വന്നത്. ആദ്യമായിട്ട് കഴിക്കാൻ വന്ന സാധനമായിട്ടോ മന്തി കഴിക്കാം. ഹലോ, ഇനി ഉടനെ ഒന്നും പറ്റത്തില്ല കേട്ടോ. കാരണം നന്ദപ്പൻ്റെ സർജറിയാണ്. നന്ദപ്പൻ്റെ സർജറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫുഡ് റെസ്ട്രിക്ഷൻ ആയിരിക്കും വീട്ടിൽ. നമ്മളെല്ലാവരും, കാരണം അവന് പറ്റാത്ത നമ്മളും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാറില്ല. പിന്നെ അമ്മയ്ക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ കൊണ്ടുവന്നൊന്നും നമ്മൾ ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ല. കുഞ്ഞു കുഞ്ഞു തട്ടുകടയിലോ അല്ലെങ്കിൽ ചായക്കടയിലോ കൊണ്ടുപോയുള്ള എക്സ്പീരിയൻസ് അമ്മയ്ക്കുള്ളൂ. ബേക്കറിയിലും ഇങ്ങനെ വലിയിടത്തും കൊണ്ടുപോയി അമ്മയ്ക്ക് പരിചയമില്ല. എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഇറക്കില്ല. പിന്നെ അമ്മയ്ക്ക് ഫുഡ് മേടിച്ച് വെച്ചു കേട്ടോ. അമ്മ ഞാൻ ചിലപ്പോൾ സുഖം ഉറക്കം ആയി കാണും. എന്നാലും വേണ്ടില്ല, വാങ്ങിച്ച് വെച്ചു. അമ്മ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും ഞാൻ വാങ്ങിച്ച് വെച്ച് നമ്മൾ കഴിക്കുമെന്ന് എനിക്കറിയാം. എന്തിന് ആഹാരം കഴിച്ചിട്ട് പാത്രം എവിടെ കിടക്കാൻ പോണേ കേട്ടോ. പതുക്കെ തിന്നണേ, മണ്ടിയിൽ കയറല്ലേ. പതുക്കെ തിന്നണം, മണ്ടിയിൽ കയറല്ലേ.